നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും പരിഹാസ്യമായിരിക്കുന്ന ഒരാശയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിജീവികളെന്ന് പറയുന്നവരുടെ ഇടയിൽ ഏറ്റവും പരിഹാസ്യമായിരിക്കുന്ന ഒന്നാണ് ഈ ദൈവവിശ്വാസം, ദൈവം എന്നൊക്കെ പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുകയോ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ പുരോഗമന സൊസൈറ്റി അല്ലെങ്കിൽ പുരോഗമന സമൂഹം പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് പുരോഗതിക്കെതിരാണ്. അല്ലെങ്കിൽ മനുഷ്യനെ മതങ്ങളായി തിരിച്ചുകൊണ്ട് ഇവരെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒന്നായിട്ട് ദൈവം മാറുന്നു, അല്ലെങ്കിൽ ദൈവിക വിശ്വാസങ്ങൾ മാറുന്നു എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് യുവാക്കളാണ്. യുവാക്കൾക്കിടയിൽ പോയിട്ട് ദൈവവിശ്വാസമാണോ നല്ലത് അതോ സയൻസ് ആണോ നല്ലതെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒട്ടുമിക്കവാറും പേരും പറയുന്നത് എന്തായിരിക്കും, സയൻസ് ആണ് നല്ലതെന്നായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കോളേജുകളിൽ ചെന്നിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാർ ഉൾപ്പെടെ കളിയാക്കും എന്നുള്ളത് സത്യമാണ്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ചിന്താഗതികളെന്ന് പറയുന്നത്, ഈ ദൈവവിശ്വാസം, ദൈവം എന്നൊക്കെ പറയുന്നത് ഇത് തന്ത വൈബാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രായക്കാരുടെ ആശയമാണ് എന്നുള്ള നിലയിലാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തിന് ഈ ആധുനിക യുഗത്തിൽ അതിൻ്റെ പ്രസക്തി അപ്രസക്തമായി പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കാം. ദൈവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സൃഷ്ടവസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഇപ്പോൾ നിരീശ്വരന്മാരായിരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യം അവരാണ് ലോജിക്കിൻ്റെ ആൾക്കാരെന്നാണ് പറയുന്നത്. സയൻസിൻ്റെ ആൾക്കാരും വക്താക്കളും പ്രചാരകരും അവരാണ് എന്ന് പറയുന്നത്. എന്നാൽ സയൻസിന് കൊടുത്തതായിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഈ നിരീശ്വരന്മാരുടെ ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുച്ഛമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്, സയൻസിൻ്റെ വക്താക്കളായിട്ട് ഇന്ന് സയൻസ് പഠിപ്പിക്കാനായിട്ട് നടക്കുന്നത് എന്നുള്ളത് വളരെ വിരോധാഭാസമായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ആർക്കും സയൻസ് പഠിക്കാം, ആർക്കും സയൻസ് പഠിപ്പിക്കാം, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ പലപ്പോഴും ഈ സയൻസ് എന്ന് പറയുന്നതിനെ എടുത്ത് ഉപയോഗിക്കുന്നത് ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് സയൻസിനെ കൊണ്ടുവരികയാണ്. അതായത് ഇതിലൂടെ അവർ പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം സയൻസും ദൈവവും ശത്രുതയിലാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സയൻസിൻ്റെ മുൻപിൽ ദൈവം മരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ ദൈവവിശ്വാസത്തിന് സയൻസ് എവിടെ വരുന്നോ അവിടെ ദൈവവിശ്വാസത്തിന് പ്രസക്തിയില്ല എന്നുള്ള നിലയിലുള്ള ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരെ സയൻസിനെ കൂട്ടുപിടിക്കുന്നു. പ്രത്യേകിച്ച് പരിണാമ സിദ്ധാന്തം, അതേപോലെ തന്നെ ബിഗ് ബാങ് തിയറി. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന തിയറികളുടെയും അതുപോലെ തന്നെ ഈ കാഴ്ചപ്പാടുകളിലേക്ക് വെച്ചുകൊണ്ടാണ് ഇവരിതിനെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ദൈവം പരാജയപ്പെട്ടു പോയി, ദൈവത്തിന് എവിഡൻസ് ഇല്ല. ദൈവമുണ്ടോ എന്നുള്ളതിന് നിങ്ങളൊരു എവിഡൻസ് തരാനാണ് വിശ്വാസികളോട് ഇവർ ചോദിക്കുന്നത്. ഒരു കാര്യം ഇല്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവമില്ല എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഒരു റൂമിൽ നിങ്ങളൊരു മൊട്ടുസൂചി തപ്പുന്നുവെങ്കിൽ ആ മൊട്ടുസൂചി ഇല്ല എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ, എവിടെ ആ റൂമിൽ മൊട്ടുസൂചി ഇല്ല എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ റൂം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, അരിച്ചു പെറുക്കിയതിന് ശേഷം അത് പൂർണ്ണമായും ഇല്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആ റൂമിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത്. ഒന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് മുൻപിലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവമില്ല എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവ് ആദ്യം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയും ദൈവം ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് ചോദിക്കും. ആദ്യം ആ ചോദ്യം വരുന്നത്. അപ്പോൾ തിരിച്ച് വിശ്വാസികൾ ചോദിക്കും ദൈവമില്ല എന്നുള്ളതിന് എന്താണ് എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എവിഡൻസ് പറയാൻ ഒരു നിരീശ്വരനും നിവർന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനൊക്കെ അവർക്ക് ഭയമാണ്. അതിനെ അവർ മറു ചോദ്യങ്ങൾ ചോദിച്ചാൽ മാറുന്നതായിരിക്കുന്ന ഒന്നാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഇത് സ്ഥാപിക്കാനുള്ള എവിഡൻസ് മൂലം അതങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം അവരുടെ മേലാണെന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തി എവിഡൻസ് മുന്നോട്ട് വെക്കാത്ത കാലത്തോളം അവനും വിശ്വാസി തന്നെയാണ്. അവൻ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസി എന്നുള്ളതാണ്. അപ്പോൾ അവനും വിശ്വാസിയാണ്, ഇവിടെ ദൈവമുണ്ടെന്ന് പറയുന്ന ആളും വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ ഈ ദൈവമില്ല എന്ന് പറയുന്ന ഈ വിശ്വാസി പറയുന്നു ഞാൻ പറയുന്നതാണ് സയൻസ്, അല്ലെങ്കിൽ ഞാൻ സയൻസിൻ്റെ ആളാണെന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതായിരിക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നതായിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്, ചില യുക്തി സഹമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതായിരിക്കുന്ന കാര്യമാണ് നമ്മളെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഒരു ദൈവമില്ല എന്ന്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല.
അതെന്തുകൊണ്ട് സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യമായ യുക്തിയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വസ്തു രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പേന രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതൊരു കാറ് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട്, അതിൻ്റെ പിന്നിലൊരു ബുദ്ധിയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. ഇതിൻ്റെ പരിണിത ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റായിട്ട് ഒരു കാറ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പേന രൂപപ്പെടുന്നത്. അപ്പോൾ ഇതൊരു സാമാന്യ ബുദ്ധിയാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിചിതമായിരിക്കുന്ന ഒരു യുക്തിയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ യുക്തിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഉണ്ടാക്കുന്ന ഈ കാറിനേക്കാളും എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ തന്നെ, മനുഷ്യരെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും മനുഷ്യൻ എത്രയോ അതിശയകരമായിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഈ ബുദ്ധിയും ശക്തിയും കൊണ്ട് അവൻ ചന്ദ്രനിൽ പോകുന്നു, അവൻ ചൊവ്വയിലേക്ക് പേടകങ്ങളെ അയക്കുന്നു. അതുപോലെ തന്നെ അവൻ ഈ സയൻസ് എന്ന് പറയുന്ന ഇതിൽ അവൻ നിരീക്ഷണങ്ങൾ നടത്തുന്നു, അവൻ പല പല കാര്യങ്ങൾ കണ്ടെത്തുന്നു. അതുപോലെ അവൻ എന്ത് ചെയ്യുന്നു? ഭാഷ അവൻ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എന്താ പറയുക, അതിസങ്കീർണമായിരിക്കുന്ന തലത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. മാത്രമല്ല ജീവജാലങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾ, ഇവയെല്ലാം മനുഷ്യനെ എന്ത് ചെയ്യുന്നതാണ്? അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. നമ്മളൊരു പക്ഷിനെ എടുക്കുക, ഒരു പക്ഷി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു മയിലിനെ എടുക്കുക. വളരെ ഭംഗിയുള്ള പീലി വിടർത്തി നിൽക്കുന്നതായിരിക്കുന്ന ഒരു മയിലിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു, ഒരു കാറിനെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ കാറിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ഡിസൈനറുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, അധ്വാനമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട്. മയിലിനെ കാണിച്ചിട്ട് പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ ആരില്ല? ഒരു ഡിസൈനറില്ല, ഒരു ബുദ്ധിയില്ല, ഒരു അധ്വാനമില്ല. ഇത് കേവലം എന്ത് ചെയ്തു? ചാൻസിൽ എന്ത് ചെയ്തു? രൂപപ്പെട്ടു, പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്തു? രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുടെ മനോഭാവം എന്തായിരിക്കും? കേൾക്കുന്ന ആൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മയിൽ ഇങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നേ പറയുള്ളൂ. കാരണം കാറെന്ന് പറയുന്നതായിരിക്കുന്ന ഈ സാധനത്തെക്കാളും എത്രയോ അതിസങ്കീർണമായിരിക്കുന്ന ഒന്നാണ് ഈ മയിൽ, അല്ലെങ്കിൽ പക്ഷി, അല്ലെങ്കിൽ ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചാൻസും മാത്രം അത് രൂപപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പൊട്ടിത്തെറിയിൽ, ഒരു വികാസത്തിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അല്ലെങ്കിൽ ഒരു പരിണാമത്തിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് സാധിക്കുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് സാമാന്യമായിരിക്കുന്ന യുക്തി എന്ന് പറയുന്നത്. ഈ സാമാന്യമായിരിക്കുന്ന യുക്തി വിട്ടിട്ട് ഈ നിരീശ്വരന്മാർ, യുക്തിയുടെ വക്താക്കൾ, അല്ലെങ്കിൽ യുക്തി മുഴുവൻ തൻ്റെ തലയിൽ ചുമന്നു കിടക്കുന്നവർ എന്ന് ഈ പറയുന്ന ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന അതിസങ്കീർണമായിരിക്കുന്ന ഈ ജീവജാലങ്ങളും മനുഷ്യനും ഉൾപ്പെട്ടതായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്തു? ഒരു ചാൻസിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ പരം മണ്ടത്തരം, അല്ലെങ്കിൽ അതിൽ പരം യുക്തിരാഹിത്യം എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചാൽ പോലും അത് വളരെ ലളിതമാണ്. പേന എന്ന് പറയുന്നത് നമുക്കറിയാം, അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ എഴുതുന്നതായിരിക്കുന്ന ആ ബോഡി. ഇത് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ചിരിക്കും. അതിനെ നമ്മൾ ഊരി മാറ്റിയിട്ട് രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഒരു 10,000 വർഷം കഴിഞ്ഞ് വന്നാലോ 1,00,000 വർഷം കഴിഞ്ഞ് വന്നാലോ ഇത് രണ്ടും നിരങ്ങി അത് ചേർന്നിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ആരും പറയും ഇല്ല, അത് ചേർന്നിരിക്കില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും എന്ത് ചെയ്തു? ജീവനുണ്ടായി എന്ന് പറഞ്ഞാൽ, ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു സൂപ്പിൽ നിന്ന് ജീവനുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ജീവൻ ഏതെങ്കിലും ഒരു കെമിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? അതിശക്തമായിരിക്കുന്ന ഒരു കെമിക്കലിലേക്ക് പോയാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. ഇതൊരു ക്രമീകൃതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ അതിലൊരു ബുദ്ധി ഉണ്ടാകണം, അധ്വാനം ഉണ്ടാകണം, ഒരു ഡിസൈനർ ഉണ്ടാകണം. ഒരാളുടെ നിയന്ത്രണത്തിൽ, മേൽനോട്ടത്തിൽ മാത്രമേ ഇത്ര കൃത്യമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിയിലേക്ക് വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനമായിട്ട് അനുഭവിക്കുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിരിക്കുന്ന ഒന്നാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഭൂമിനെ എടുത്തു കഴിഞ്ഞാൽ, ഭൂമി ഉൾപ്പെട്ടതായിരിക്കുന്ന സൗരയൂഥത്തിലെ ഭീമനായിരിക്കുന്ന, വാതക ഭീമനായിരിക്കുന്ന ഈ വ്യാഴമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഈ ഗോളത്തെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണെന്ന് കാണാൻ കഴിയും. കാരണം സൂര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ഭീമനായിട്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഈ പറയുന്ന വ്യാഴമെന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ഒരു ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്തിനാണ് ഇത്രയും വലിയൊരു ഭീമനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇത്ര ഒരു വാതക ഭീമനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിർണായകമായിരിക്കുന്ന സ്വാധീനം നമ്മുടെ ഭൂമിയുടെ മേലുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നതായിരിക്കുന്ന ആസ്ട്രോയിഡ്സുകൾ, അതുപോലെ തന്നെ കോമറ്റ്സുകൾ, ഇവയൊക്കെ ദിശ തിരിച്ച് എന്താ പറയുക, ഭൂമിയിൽ ഇടിക്കാതെ വണ്ണം അതിനെ മാറ്റി നിർത്തുന്നത് ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ഏതിൻ്റെ? ഈ പറയുന്ന വ്യാഴത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴം അതിനെയൊക്കെ നീക്കിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഉൽക്കകളും മറ്റ് സംഭവങ്ങളും നമ്മുടെ ഭൂമിയിൽ അങ്ങനെ നിരന്തരമായി വന്ന് പതിക്കാതെ വണ്ണം അതിനെ തടുക്കുന്നതായ ഒരു പ്രൊട്ടക്ടറായിട്ടാണ് യഥാർത്ഥത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഈ ഗ്രഹം അവിടെ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല നമ്മളുടെ ഭൂമിയുടേതാകട്ടെ അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടേതാകട്ടെ അതിൻ്റെ ഈ ഓർബിറ്റിനെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഈ വ്യാഴത്തിൻ്റെ നിർണായകമായിരിക്കുന്ന പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്ന ഒന്നാണ് വ്യാഴം എന്ന് പറയുന്നത്. ഇത് ബോധപൂർവം ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തി ബോധപൂർവം ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ഒന്നാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും ബുദ്ധിയും ഡിസൈനും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ 4.6 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് ഇത് രൂപപ്പെടാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നിലയിലുള്ള ഒരു വലിപ്പത്തിലേക്ക് എത്തിയത് പിന്നീട് കുറച്ച് കാലങ്ങൾ കൊണ്ട് അതെന്ത് ചെയ്തു, ആ നിലയിൽ ഒരു വലിപ്പം അത് സാധ്യമാക്കി എന്നുള്ള നിലയിലൊക്കെയാണ് അത് പറയുന്നത്. കോടാനുകൂടി വർഷം എന്നും പറഞ്ഞ് ഇതിനെ പുറകെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിസ്സാരപ്പെട്ട സമയത്ത് സാധിക്കുന്നതായ ഒന്നല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് വർഷത്തെ, കോടാനുകൂടി വർഷത്തെ ചരിത്രം ഇവർക്ക് വേണം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായിരിക്കുന്ന എവിഡൻസുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബിഗ് ബാങ് തന്നെ തുലാസിലായി നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്കറിയാം. കാരണം ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെയുള്ള കണ്ടുപിടുത്തങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് ബിഗ് ബാങ്ങിൻ്റെ അടിസ്ഥാനത്തിന് ഉലച്ചിൽ തട്ടുന്ന നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. 1610 ഗലീലിയോയാണ് ആദ്യമായിട്ട് വ്യാഴത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഗലീലിയോ ഗലീലി അദ്ദേഹം അങ്ങനെക്കുറിച്ച് നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം 4 പ്രധാനപ്പെട്ട മൂണുകളെ കണ്ടെത്തി. ആ മൂണുകളായിരുന്നു ഏയോ, യൂറോപ്പ, ഗാനിമേഡ്, കലിസ്റ്റോ എന്ന് പറയുന്നത് 4 മൂണുകൾ. ഇതിനെ ഗലീലിയൻ മൂൺസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടുപിടുത്തം വലിയ വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നത് ഈ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നാണ്. പിൽക്കാലത്ത് അതിന് മാറ്റം വന്നു. അതങ്ങനെയാണ് ഹീലിയോസെൻട്രിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിന് വരാനായിട്ടൊക്കെ തുടങ്ങി. പഴയ കാലം മുതൽ തന്നെ മനുഷ്യരാശിയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതായ ഒരു ബ്രൈറ്റ് സ്റ്റാറായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. കാരണം ഇത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ആകാശത്ത് കാണുന്ന ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട്. പ്രത്യേകിച്ച് റോമൻ പുരാണങ്ങളിലെ ഈ ദേവന്മാരുടെ ദേവനായിട്ട് കരുതിയിരുന്ന ഒന്നാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ നമ്മളെ വല്ലാത്ത അതിശയിപ്പിക്കുന്നതായിരിക്കുന്നത് അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെയാണ്. ജൂപ്പിറ്ററിനെ നമ്മളൊരു ഭരണിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഭരണിയിലേക്ക് നമ്മൾ നെല്ലിക്കായോ മാങ്ങയോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ നമ്മൾ ഭൂമിയെ ഇതിൻ്റെ അകത്തേക്ക് പെറുക്കി ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 1200ഓളം ഭൂമിയെ അതിൻ്റെ അകത്ത് നിറക്കാം എന്നാണ് പറയുന്നത്. അത്രമേൽ വിശാലമായിരിക്കുന്നു, അത്രമേൽ ബൃഹത്തായിരിക്കുന്ന ഒന്നാണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഏതാണ്ട് 95ഓളം മൂൺസിനെ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയും ചിലപ്പോൾ കണ്ടെത്തിയേക്കാം. അപ്പോൾ അത് ഓരോ സ്റ്റഡിയിലും വ്യത്യസ്തമായിരിക്കുന്ന കണക്കുകളാണ് അതിനെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഈ നിലയിൽ നമ്മളെ അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. 1979 നാസയുടെ വോയേജർ 1 പേടകം അതിനെ വിക്ഷേപിച്ചു. അത് ഈ ജൂപ്പിറ്ററിൻ്റെ പരിസരത്തുകൂടി കടന്നുപോയപ്പോൾ സമയത്താണ് മറ്റൊരു കണ്ടെത്തലുണ്ടായത്. ഈ ജൂപ്പിറ്ററിന് എന്തുണ്ട്, ഒരു റിംഗ് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിച്ചു. അതായത് നമുക്കറിയാം സാറ്റേൺ ആണ്, ശനിക്കാണ് സാധാരണഗതിയിൽ റിങ് വിസിബിളായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പറയുന്ന ജൂപ്പിറ്ററിനും അങ്ങനെ ഒരു റിംഗ് ഉണ്ടെന്നുള്ളൊരു വലിയ കണ്ടുപിടുത്തം ആ സമയത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പല നിലകളിൽ നമ്മളെ അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ മാത്രമല്ല, ഇതിലെ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റ് ഗ്രഹങ്ങളും ഒക്കെയും പ്രപഞ്ചവും ഗാലക്സികളും അതിലുള്ള നക്ഷത്രങ്ങളും ഒക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നതായിരിക്കുന്ന ഒന്നാണ്.